പ്രിയ വിദ്യാർത്ഥിനികളെ VHSC കരിയർ ഗൈഡൻസ് ബോട്ടണി ഓൺലൈൻ ക്ലാസ്സിലേക്ക് ഏവർക്കും സ്വാഗതം. ഈ ക്ലാസ്സിൽ ബോട്ടണിയിലെ സ്ട്രാറ്റജീസ് ഫോർ എൻഹാൻസ്മെന്റ് ഇൻ ഫുഡ് പ്രൊഡക്ഷൻ എന്ന ചാപ്റ്ററിലെ രണ്ടാമത്തെയും അവസാനത്തെയുമായ ഭാഗത്തിലെ പ്ലാന്റ് ബ്രീഡിംഗ്, ബയോഫോർട്ടിഫിക്കേഷൻ, സിംഗിൾ സെൽ പ്രോട്ടീൻ, ടിഷ്യൂ കൾച്ചർ എന്നിവയെക്കുറിച്ച് വിശദമായി പഠിക്കാം. Plant breeding. Plant breeding is the branch of botany that deals with the genetical improvement of crop plant to give better yield, disease resistance, and better suited for cultivation. അത്യുൽപാദന ശേഷി, രോഗപ്രതിരോധ ശേഷി, കൃഷി ചെയ്യുന്നതിനുള്ള അഭിലഷണീയ ഗുണങ്ങൾ എന്നിവയിൽ അനുകൂല മാറ്റങ്ങൾക്ക് വിധേയമാക്കി നൂതന ഇനം സസ്യങ്ങളെ ഉൽപ്പാദിപ്പിക്കുന്ന ശാസ്ത്രശാഖയാണ് സസ്യപരിപാലനം. The main objectives of plant breeding are: first one, enhance the yield and quality of food. Second one, increase the tolerance to environmental stresses. Third one, develop resistance to plant pathogen. And last one, increase tolerance to insect pests. അത്യുൽപാദന ശേഷി, ഗുണമേന്മ, രോഗാണുക്കളെയും കീടങ്ങളെയും പ്രതിരോധിക്കാനുള്ള ശേഷി, പാരിസ്ഥിതിക സമ്മർദ്ദങ്ങളായ വരൾച്ച, ഉയർന്ന താപനില എന്നിവയെ തരണം ചെയ്യുന്നതിനുള്ള ശേഷി എന്നിവ സസ്യപരിപാലനത്തിലൂടെ നേടിയെടുക്കാൻ കഴിയുന്നു. There are 5 major steps in plant breeding program. They are: first one, collection of variability; second one, evaluation and selection of parents; third one, cross hybridization among the selected parents; fourth one, selection and testing of superior recombinants; and last one, testing, release and commercialization of new cultivars. വ്യത്യസ്തതകളുടെ ശേഖരണം അഥവാ ജേംബ്ലാസം ശേഖരണം, വിലയിരുത്തലും മാതൃപിതൃസസ്യങ്ങളുടെ തിരഞ്ഞെടുക്കലും, തിരഞ്ഞെടുക്കപ്പെട്ട മാതൃപിതൃസസ്യങ്ങളുടെ വർഗസംകരണം, ശ്രേഷ്ഠ പുനഃസംയോജക തലമുറകളുടെ തിരഞ്ഞെടുപ്പും വിലയിരുത്തലും, പുതിയ വിത്തിനങ്ങൾ പരിശോധിച്ച് വാണിജ്യാടിസ്ഥാനത്തിൽ പുറത്തിറക്കൽ എന്നിവയാണ് സസ്യപരിപാലന പ്രക്രിയയുടെ വിവിധ ഘട്ടങ്ങൾ. Let us discuss the various steps in plant breeding in details. First one, collection of variability. Collection and preservation or cultivation of all different wild varieties, species, and relatives of the cultivated plant for the exploitation of natural gene is called collection of variability. The complete collection of plants having diverse alleles for all genes in a given crop is called germplasm collection. നിലവിലുള്ള സസ്യത്തിൻ്റെ വൈവിധ്യമാർന്ന എല്ലാ സ്പീഷീസുകളെയും അവയുടെ വന്യ ഇനങ്ങളെയും ശേഖരിക്കുകയും സംരക്ഷിക്കുകയും ചെയ്യുകയാണ് കളക്ഷൻ ഓഫ് വേരിയബിലിറ്റിയിലൂടെ അർത്ഥമാക്കുന്നത്. ഈ പ്രക്രിയയിലൂടെ പ്രകൃതിദത്തമായി ലഭിക്കുന്ന ജീനുകളെ പരമാവധി പ്രയോജനപ്പെടുത്താം. ഒരു വിളയുടെ ജീനുകളുടെ ലഭ്യമായ എല്ലാ വ്യത്യസ്ത അലീലുകളുടെയും ശേഖരണത്തെ ജേംബ്ലാസം കളക്ഷൻ എന്ന് വിളിക്കുന്നു. Second step, evaluation and selection of parents. In this method, the germplasm collection is evaluated in order to identify the plants with the desirable characters. After evaluation, male and female parents are selected and allowed to hybridize. മാതൃപിതൃ സസ്യങ്ങളെ തിരഞ്ഞെടുക്കുന്നതിനായി ജേംബ്ലാസത്തിലുള്ള സസ്യങ്ങളെ വിലയിരുത്തുന്നു. അഭിലഷണീയ ഗുണങ്ങളുള്ള തെരഞ്ഞെടുത്ത മാതൃപിതൃസസ്യങ്ങളെ വർഗസങ്കരണത്തിന് വിധേയമാക്കുന്നു. തേർഡ് സ്റ്റെപ്പ്, ക്രോസ് ഹൈബ്രിഡൈസേഷൻ എമംഗ് ദ സെലക്ടഡ് പാരൻസ്. ഇൻ ദിസ് സ്റ്റെപ്പ്, ഹൈബ്രിഡ് ക്രോപ്സ് ആർ പ്രൊഡ്യൂസ്ഡ് ബൈ ആർട്ടിഫിഷ്യൽ ക്രോസിംഗ് ഓഫ് സെലക്ടഡ് ജനറ്റിക്കലി ഡിഫറൻറ്റ് പ്ലാന്റ്. ഇറ്റ് ഇൻക്ലൂഡ് ഫോളോയിങ് സ്റ്റെപ്സ് സച്ച് ആസ് ഇമാസ്കുലേഷൻ, ബാഗിംഗ്, ആർട്ടിഫിഷ്യൽ പോളിനേഷൻ ആൻഡ് റീബാഗിംഗ്. ജനിതക വ്യത്യാസമുള്ള തിരഞ്ഞെടുക്കപ്പെട്ട മാതൃപിതൃസസ്യങ്ങളെ കൃത്രിമ വർഗസങ്കരണം നടത്തുന്ന പ്രക്രിയയാണ് ഈ ഘട്ടത്തിൽ ചെയ്യുന്നത്. കൃത്രിമ വർഗസങ്കരണത്തിലെ വിവിധ ഘട്ടങ്ങളായ ഇമാസ്കുലേഷൻ, ബാഗിംഗ്, കൃത്രിമ പരാഗണം എന്നിവ മുൻ ചാപ്റ്ററിൽ പഠിപ്പിച്ചത് ഓർക്കുമല്ലോ. ഫോർത്ത് സ്റ്റെപ്പ് ഈസ് സെലക്ഷൻ ആൻഡ് ടെസ്റ്റിംഗ് ഓഫ് സുപ്പീരിയർ റീകോമിനൻസ്. This step involves the selection of superior hybrid from the progeny produced through cross hybridization followed by evaluation. This step helps to identify plants that are superior to both the parents. കൃത്രിമ വർഗസങ്കരണത്തിലൂടെ ലഭിച്ച സന്താനങ്ങളിൽ അഭിലഷണീയ ഗുണം സംയോജിച്ചവയെ കണ്ടെത്തുന്നത് ഈ പ്രക്രിയയിലൂടെയാണ്. ശാസ്ത്രീയമായ പ്രക്രിയയിലൂടെ പിതൃസസ്യങ്ങളെക്കാൾ ഗുണമേന്മയുള്ള സന്താന സസ്യങ്ങളെ കണ്ടെത്താൻ സഹായിക്കുന്നു.
Last step is testing, release, and commercialization of new cultivars. In this step, newly selected hybrid progeny are evaluated again for yield, disease resistance, and other agronomic characters. Testing is done in different season at a different location in the country in order to compare the yield and other characters. Successful varieties are released and commercialized among farmers. ഈ ഘട്ടത്തിൽ പുതുതായി തെരഞ്ഞെടുത്ത സന്താന സസ്യങ്ങളെ വിളവ്, ഗുണമേന്മ, രോഗപ്രതിരോധ ശേഷി എന്നിവ വിവിധ കൃഷിയിടങ്ങളിലും വ്യത്യസ്ത കാലാവസ്ഥയിലും പരിശോധിക്കുന്നു. പരിശോധനാഘട്ടം പൂർത്തീകരിക്കുന്ന സങ്കര ഇനം വിത്തുകളെ അഥവാ സസ്യങ്ങളെ വാണിജ്യാടിസ്ഥാനത്തിൽ കർഷകർക്ക് നൽകുന്നു. നെക്സ്റ്റ്, ഗ്രീൻ റവല്യൂഷൻ അഥവാ ഹരിത വിപ്ലവം. Dramatic increase in food production in the field of agriculture is known as Green Revolution. Nobel laureate Norman E. Borlaug is known as the father of Green Revolution. He developed semi-dwarf varieties of wheat at International Center for Wheat and Maize Improvement at Mexico. സസ്യ പരിപാലന രീതികളിലൂടെ കാർഷിക മേഖലയിലുണ്ടായ ഭക്ഷ്യോൽപാദന വർധനവിനെ ഹരിത വിപ്ലവം എന്നറിയപ്പെടുന്നു. നോബൽ പുരസ്കാര ജേതാവായ നോർമാൻ ഇ ബോർലോങ് ആണ് ഹരിത വിപ്ലവത്തിന്റെ പിതാവ്. അദ്ദേഹം മെക്സിക്കോയിലെ ഇന്റർനാഷണൽ സെന്റർ ഫോർ വീറ്റ് ആൻഡ് മെയ്സ് ഇംപ്രൂവ്മെന്റിലാണ് അർത്ഥകുള്ള ഗോതമ്പ് ഇനങ്ങൾ വികസിപ്പിച്ചത്. ഹരിത വിപ്ലവവുമായി ബന്ധപ്പെട്ടുള്ള വിവിധ ഇനം കാർഷിക വിളകളെ പരിചയപ്പെടാം. ഫസ്റ്റ് വൺ, വീറ്റ്. സോണാലിക ആൻഡ് കല്യാൺ സോണ ആർ ദ ഹൈ yielding Indian wheat varieties. Important high yielding rice varieties are: first one, IR8, developed in International Rice Research Institute IRRI at Philippines. Second one, Taichung Native 1 from Taiwan. And Jaya and Ratna are the high yielding Indian varieties. Sugarcane varieties include Sakaram barberry, cultivated in northern states of India, and Sakaram officinarum, cultivated in southern states of India. However, Sakaram barberry had poor sugar content and yield compared to Sakaram officinarum. Next topic, plant breeding for disease resistance. Crop plant disease due to various plant pathogens are the major reason for 20 to 30% loss of crop yield. The capacity of plant to resist against various plant pathogen is called disease resistance. Disease resistance increase yield and reduce the use of fungicides and bactericides. സസ്യ രോഗകാരികളായ ഫംഗസുകൾ, ബാക്ടീരിയകൾ, വൈറസുകൾ എന്നിവ മൂലം ഉണ്ടാകുന്ന സസ്യരോഗങ്ങൾ ഉൽപാദനക്ഷമത 20 മുതൽ 30% വരെ കുറയ്ക്കുന്നു. രോഗപ്രതിരോധ ശേഷിയുള്ള സസ്യ ഇനങ്ങൾ ഇത്തരം രോഗങ്ങൾ തടയുകയും ഭക്ഷ്യോൽപാദനം കൂട്ടുകയും ചെയ്യുന്നു. ഇതിനു പുറമെ ഇത്തരം സസ്യങ്ങൾ കൃഷി ചെയ്യുന്നത് കുമിൾനാശിനികളുടെയും ബാക്ടീരിയ നാശിനികളുടെയും ഉപയോഗം കുറയ്ക്കുകയും ചെയ്യുന്നു. Observe the table in order to identify the plant diseases that are caused by fungal, bacterial, and virus pathogens. Brown rust of wheat, red rot of sugarcane, and late blight of potato are examples for fungal diseases. Black rot of crucifers is an example for bacterial disease. And tobacco mosaic disease and turnip mosaic disease are example for viral diseases. ടേബിളിൽ കൊടുത്തിരിക്കുന്ന വിവിധ സസ്യരോഗങ്ങളും അവയുടെ രോഗകാരികളെയും തിരിച്ചറിയുക. Plant breeding for producing disease-resistant plants are achieved through two methods. They are conventional breeding method and mutational breeding method. പരമ്പരാഗത പ്രജനന സാങ്കേതിക വിദ്യകളോ ഉൽപരിവർത്തന പ്രജനന രീതികളോ ഉപയോഗിച്ചാണ് രോഗപ്രതിരോധ ശേഷിയുള്ള സസ്യ ഇനങ്ങളെ വികസിപ്പിച്ചെടുക്കുന്നത്. ഫസ്റ്റ് മെത്തേഡ്, കൺവെൻഷണൽ ബ്രീഡിംഗ് മെത്തേഡ് ഫോർ ഡെവലപ്മെന്റ് ഓഫ് ഡിസീസ് റെസിസ്റ്റന്റ് ക്രോപ്പ് പ്ലാന്റ്സ്. The steps involved in conventional breeding methods are: first one, selection of a disease-resistant plant with high yield as parent. Second one, hybridization of selected parents. Third one, selection and evaluation of hybrid for disease resistance. And last, testing and release of new varieties. വർഗസങ്കരണവും
തെരഞ്ഞെടുക്കലുമാണ് രോഗപ്രതിരോധ ശേഷിയുള്ള സസ്യങ്ങളെ ഉൽപ്പാദിപ്പിക്കുവാൻ പരമ്പരാഗത പ്രജനന രീതിയിൽ അവലംബിക്കുന്നത്. ഈ പ്രക്രിയയുടെ പ്രധാന ഘട്ടങ്ങൾ ഇനി പറയുന്നവയാണ്. 1. ജേംപ്ലാസത്തിൽ നിന്നും രോഗപ്രതിരോധ ശേഷിയുള്ള മാതൃ-പിതൃസസ്യങ്ങളെ തിരഞ്ഞെടുക്കൽ. 2. മാതൃ-പിതൃസസ്യങ്ങളുടെ വർഗസങ്കരണം. 3. രോഗപ്രതിരോധ ശേഷിയുള്ള സങ്കര ഇനങ്ങളുടെ വിലയിരുത്തലും തിരഞ്ഞെടുക്കലും. 4. പുതിയ ഇനങ്ങളെ പരീക്ഷിച്ച് വാണിജ്യാടിസ്ഥാനത്തിൽ പുറത്തിറക്കുക. Let us study the various disease-resistant crop plants produced through conventional breeding method. Observe the table. ചാർട്ട് നിരീക്ഷിച്ച് പരമ്പരാഗത പ്രജനന രീതിയിലൂടെ വികസിപ്പിച്ചെടുത്ത രോഗപ്രതിരോധ ശേഷിയുള്ള സസ്യങ്ങളെ മനസ്സിലാക്കുക. ഹിമഗിരി is a wheat variety resistant to leaf and stipe rust and hill bund disease. Pusa sorghum or Karandrai is a disease-resistant brassica plant resistant to white rust disease. Pusa shufra and Pusa snowball K1 is a disease-resistant cauliflower variety resistant to black rot and curl blight black rot disease. Pusa komal is a cowpea variety resistant to bacterial blight disease. And Pusa Sadabahar is a chili variety resistant to chili mosaic virus, tobacco mosaic virus, and leaf curl disease. Parbani Kranti is an yellow mosaic virus resistant bindi produced by transferring disease resistant gene from its wild variety. Disease resistance through mutation breeding. In mutation breeding, genetic variations are created in the genome of the plant propagule using mutagenic agents. This may lead to the production of desirable character. The mutagenic agents commonly used are gamma radiation, UV radiation, and chemicals. ജനിതഘടനയിൽ വ്യത്യാസം വരുത്തുക വഴി മാതാപിതാക്കളിൽ കാണപ്പെടാത്ത അഭിലഷണീയ ഗുണം സന്താനങ്ങളിലുണ്ടാക്കുന്ന പ്രക്രിയയാണ് ഉൽപരിവർത്തനം. ഉൽപരിവർത്തന പ്രജനനത്തിനായി സസ്യങ്ങളിൽ ഗാമാ വികിരണങ്ങളോ UV വികിരണങ്ങളോ രാസവസ്തുക്കളോ ഉപയോഗിച്ച് ജനിതകമാറ്റം വരുത്തുന്നു. മുങ്ക് ബീൻ വെറൈറ്റി റെസിസ്റ്റന്റ് ടു പൗഡറി മൈൽഡ്യൂ ആൻഡ് യെല്ലോ മൊസൈക് വൈറസ് വാസ് ഡെവലപ്ഡ് ത്രൂ മ്യൂട്ടേഷൻ ബ്രീഡിംഗ്. ചെറുപയറിൽ യെല്ലോ മൊസൈക് വൈറസും പൗഡറി മൈൽഡ്യൂ രോഗപ്രതിരോധ ശേഷിയും ഉണ്ടാക്കിയത് ഉൽപരിവർത്തന പ്രജനനം വഴിയാണ്. നെക്സ്റ്റ് ടോപ്പിക്, plant breeding for developing resistance to insect pest. Attack of plant pest are the another major reason for decreasing plant productivity. The ability of plant to prevent the attack of insect pest is called pest resistance. കീടങ്ങളുടെ ആക്രമണം സസ്യങ്ങളിൽ നിന്നുള്ള ഭക്ഷ്യോൽപാദനം ഗണ്യമായി കുറയ്ക്കുന്നതിനുള്ള പ്രധാന കാരണമാണ്. കീടങ്ങളുടെ ആക്രമണം തടയുന്നതിന് സസ്യങ്ങളിൽ കാണുന്ന സവിശേഷതകളെ കീട പ്രതിരോധശേഷി എന്ന് വിളിക്കുന്നു. Pest resistance may be due to certain morphological and biochemical characteristics of plants. കീടപ്രതിരോധശേഷിക്കായി സസ്യങ്ങളിൽ കാണപ്പെടുന്ന പ്രധാനപ്പെട്ട ബാഹ്യഘടനാ പ്രത്യേകതകളും ജൈവ രാസവസ്തുക്കളുടെ സവിശേഷതയും ഇനി പറയുന്നവയാണ്. ഫസ്റ്റ് വൺ, hairy leaves. Epidermal hairs in the leaves of cotton provide resistance to jaccids. In wheat, epidermal hairs of leaves resist cereal leaf beetle. പരുത്തിച്ചെടിയിലെയും ഗോതമ്പിലും ഇലകളിലെ ഉപരിവൃതി രോമങ്ങൾ യഥാക്രമം ജാസിഡിന്റെയും സീരിയൽ ലീഫ് ബീറ്റിലിന്റെയും ആക്രമണത്തെ തടയുന്നു. സോളിഡ് സ്റ്റെം. സോളിഡ് സ്റ്റെം ഇൻ വീറ്റ് പ്രൊവൈഡ് റെസിസ്റ്റൻസ് ടു സ്റ്റെം സോഫ്ലൈ. ഗോതമ്പ് ചെടിയിലെ കട്ടിയുള്ള തണ്ട് സ്റ്റെം സോഫ്ലൈയുടെ ആക്രമണത്തെ തടയുന്നു. തേർഡ് വൺ, സ്മൂത്ത് ലീവ്സ് ആൻഡ് നെക്ടർലെസ് കോട്ടൺ പ്രൊവൈഡ് റെസിസ്റ്റൻസ് ടു ബോൾവേം. പരുത്തിച്ചെടിയിലെ മിനുസമുള്ള ഇലകളും തേനില്ലാത്ത പൂക്കളും ബോൾ വേമിന്റെ ആക്രമണത്തെ തടയുന്നു. ലാസ്റ്റ് വൺ, ബയോകെമിക്കൽ ഫീച്ചേഴ്സ് സച്ച് ആസ് ഹൈ aspartic acid and low nitrogen and sugar content in maize help to resist stem borers. ചോളത്തിലെ ഉയർന്ന തോതിലുള്ള അസ്പാർട്ടിക് ആസിഡ് കുറഞ്ഞ അളവിലുള്ള നൈട്രജനും പഞ്ചസാരയും തണ്ടുതുരപ്പന്റെ ആക്രമണത്തെ തടയാൻ സഹായിക്കുന്നു. Observe the table in order to study the pest-resistant cropland varieties produced through conventional breeding method. ചാർട്ട് നിരീക്ഷിച്ച് പരമ്പരാഗത പ്രജനന മാർഗങ്ങളിലൂടെ വികസിപ്പിച്ചെടുത്ത കീടപ്രതിരോധശേഷിയുള്ള വിളകളെക്കുറിച്ച് മനസ്സിലാക്കാം. പൂസ ഗൗരവ് ഈസ് എ ബ്രാസിക്ക വെറൈറ്റി റെസിസ്റ്റന്റ് ടു aphids.
Pusa Sum 2 and Pusa Sum 3 are flat bean varieties resistant to jazzids, aphids, and fruit borers. Pusa Sani and Pusa A4 are bindi varieties resistant to shoot and fruit borer. Biofortification. Deficiency of essential nutrient in food such as vitamin, protein, micronutrient, and mineral causes a disease, mental illness, and reduced lifespan. This nutritional deficiency, called hidden hunger, can be avoided by biofortification of crop plants. ഭക്ഷ്യധാന്യങ്ങളിൽ അവശ്യ പോഷകങ്ങളായ വിറ്റാമിനുകൾ, മാംസ്യം, സൂക്ഷ്മമൂലകങ്ങൾ, സൂക്ഷ്മപോഷകങ്ങൾ എന്നിവയുടെ അഭാവം രോഗങ്ങൾക്കും മാനസിക വളർച്ചക്കുറവിനും കുറഞ്ഞ ആയുസ്സിനും കാരണമാകും. ഹിഡൻ ഹങ്കർ എന്നറിയപ്പെടുന്ന ഇത്തരം പോഷകക്കുറവിനുള്ള പരിഹാരമാണ് ബയോഫോർട്ടിഫിക്കേഷൻ. The breeding of crop with a higher level of vitamins, minerals, protein, and healthier fat to improve human health is called biofortification. The biofortified crops have the following improved nutritional quality. First one, high protein content and quality. Second one, high oil content and quality. Third one, high vitamin content. And the last one, high level of micronutrient and mineral content. ഉയർന്ന അളവിലും ഗുണമേന്മയിലുമുള്ള വിറ്റാമിൻ, ധാതുക്കൾ, മാംസ്യം, ആരോഗ്യകരമായ കൊഴുപ്പ് എന്നിവ അടങ്ങിയ കാർഷിക വിളകൾ പ്രജനന മാർഗത്തിലൂടെ ഉണ്ടാക്കുന്ന പ്രക്രിയയാണ് ബയോഫോർട്ടിഫിക്കേഷൻ. ബയോഫോർട്ടിഫിക്കേഷന്റെ പ്രധാന ലക്ഷ്യങ്ങൾ ഇനി പറയുന്നവയാണ്. 1. മാംസത്തിന്റെ അളവും ഗുണവും കൂട്ടുക. 2. എണ്ണയുടെ അളവും ഗുണമേന്മയും മെച്ചപ്പെടുത്തുക. 3. വിറ്റാമിന്റെ അളവ് മെച്ചപ്പെടുത്തുക. 4. സൂക്ഷ്മ പോഷകങ്ങളുടെയും ധാതുക്കളുടെയും അളവ് മെച്ചപ്പെടുത്തുക. Let us understand examples for biofortified crops. Hybrid variety of maize has twice the amount of essential amino acids such as lysine and tryptophan. Atlas 66 is a biofortified wheat variety having high protein content. Iron fortified rice variety contain 5 times more iron than the existing variety. സങ്കര ഇനം ചോളത്തിൽ അവശ്യ അമിനോ ആസിഡുകളായ ലൈസിനും ട്രിപ്റ്റോഫാനും 2 ഇരട്ടി കാണപ്പെടുന്നു. അറ്റ്ലസ് 66 എന്ന ബയോഫോർട്ടിഫൈഡ് ഗോതമ്പിനത്തിൽ മാംസത്തിന്റെ അളവ് കൂടുതലാണ്. ബയോഫോർട്ടിഫിക്കേഷനിലൂടെ വികസിപ്പിച്ചെടുത്ത നെല്ലിനം സാധാരണ നെല്ലിനേക്കാൾ 5 ഇരട്ടിയിലധികം ഇരുമ്പ് അടങ്ങിയിരിക്കുന്നു. അടുത്തതായി ഇന്ത്യൻ അഗ്രികൾച്ചറൽ റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട് IARI ന്യൂഡൽഹി വികസിപ്പിച്ചെടുത്ത വിവിധ ഇനം പച്ചക്കറികൾ പരിചയപ്പെടാം. First one, vitamin A enriched carrot, spinach and pumpkin. Second one, vitamin C enriched bitter gourd, mustard and tomato. Third one, iron and calcium enriched spinach and batua. Fourth one, protein enriched beans such as lab, French pea and garden pea. Vitamin A കൂടുതലുള്ള ചീര, മത്തൻ. വിറ്റാമിൻ സി കൂടുതലുള്ള പാവൽ, ചീര, കടുക്, തക്കാളി. ഇരുമ്പ്, കാൽസ്യം എന്നിവ കൂടുതലുള്ള ചീര, പരിപ്പ് ചീര. മാംസ്യം കൂടുതലടങ്ങിയ പയറിനങ്ങളായ അമരപ്പയർ, ഗ്രീൻ പീസ്, പട്ടാണിപ്പയർ എന്നിവ IARI വികസിപ്പിച്ചെടുത്ത ബയോഫോർട്ടിഫൈഡ് പച്ചക്കറികൾക്ക് ഉദാഹരണമാണ്. സിംഗിൾ സെൽ പ്രോട്ടീൻ or SCP. Single cell protein are the alternate source of protein for animal and human being. Microbial biomass from unicellular organisms like bacteria, algae, fungi can be used as protein food supplements and are called single cell protein. ഗുണമേന്മയുള്ള മാംസ്യം മനുഷ്യർക്കും മറ്റ് ജന്തുക്കൾക്കും പ്രദാനം ചെയ്യുവാൻ കഴിയുന്ന രീതിയാണ് ഏകകോശ മാംസ്യങ്ങൾ. ബാക്ടീരിയ, ആൽഗകൾ, ഫംഗസുകൾ എന്നിവയിൽ ഉൾപ്പെടുന്ന ഏകകോശ ജീവികളെ വ്യാവസായിക അടിസ്ഥാനത്തിൽ വളർത്തി അവയുടെ ജൈവ പിണ്ഡം മാംസ്യ ആവശ്യത്തിന് ഉപയോഗിക്കുന്ന രീതിയെ ഏകകോശ മാംസ്യങ്ങൾ എന്നറിയപ്പെടുന്നു. എക്സാമ്പിൾസ് ഫോർ സിംഗിൾ സെൽ പ്രോട്ടീൻ ആർ ബാക്ടീരിയ, നെയിംലി മെത്തിലോഫിലസ് മെത്തിലോട്രോപ്പസ്, ബ്ലൂ ഗ്രീൻ ആൽഗെ, നെയിംലി സ്പൈറുലിന, ഈസ്റ്റ് ആൻഡ് മഷ്റൂം ബിലോങ്ങിങ് ടു ഫഞ്ചൈ. The following are the advantages of single cell protein. Microorganism for single cell protein can be grown in wastewater from potato processing plants, straw, molasses, animal manure and sewage. They can grow faster compared to agriculture and animal farming. It reduces environmental pollution. വൈക്കോൽ, മലിനജലം,
ചാണകം, മൊളാസസ്, ഭക്ഷ്യ സംസ്കരണശാലകളിൽ നിന്നുള്ള മലിനജലം എന്നിവയിൽ ഏകകോശ മാംസ്യജീവികൾ വളരുന്നതും പരിസര മലിനീകരണം കുറയ്ക്കുന്നതും സസ്യങ്ങളെയും ജന്തുക്കളെയും അപേക്ഷിച്ച് ത്വരിതഗതിയിലുള്ള വളർച്ച എന്നിവ ഏകകോശ മാംസ്യങ്ങളുടെ പ്രയോജനങ്ങളാണ്. ലാസ്റ്റ് പാർട്ട് ഓഫ് ദ ചാപ്റ്റർ, ടിഷ്യൂ കൾച്ചർ. The modern method of vegetative propagation of plants in nutrient medium under in vitro condition is called tissue culture. In vitro സാഹചര്യത്തിൽ പോഷക മാധ്യമത്തിൽ കായിക പ്രജനന മാർഗത്തിലൂടെ സസ്യങ്ങളെ ഉൽപ്പാദിപ്പിക്കുന്നതിനെ ടിഷ്യൂ കൾച്ചർ എന്ന് വിളിക്കുന്നു. ടിഷ്യൂ കൾച്ചറുമായി ബന്ധപ്പെട്ട പദങ്ങളും അവയുടെ നിർവചനവും ഇനി മനസ്സിലാക്കാം. ടോട്ടിപൊട്ടൻസി. The capacity to develop a whole plant from a single plant cell is called totipotency. Tissue or plant part used for tissue culture is called explant. Method of producing thousands of plantlets through tissue culture is called micropropagation. സസ്യകോശത്തിൽ നിന്നും ഒരു പൂർണ്ണ സസ്യം പുനരുൽപ്പാദിപ്പിക്കാനുള്ള സസ്യകോശത്തിന്റെ സവിശേഷതയെ ടോട്ടിപൊട്ടൻസി എന്ന് വിളിക്കുന്നു. ടിഷ്യൂ കൾച്ചറിനായി ഉപയോഗിക്കുന്ന സസ്യഭാഗത്തിനെ എക്സ്പ്ലാന്റ് എന്നറിയപ്പെടുന്നു. ടിഷ്യൂ കൾച്ചറിലൂടെ ആയിരക്കണക്കിന് സസ്യങ്ങളെ ഉൽപ്പാദിപ്പിക്കുന്ന രീതിയെ മൈക്രോ പ്രൊപ്പഗേഷൻ എന്നറിയപ്പെടുന്നു. സോമാക്ലോൺസ് ആർ ദ ജനറ്റിക്കലി ഐഡന്റിക്കൽ പ്ലാന്റ്സ് പ്രൊഡ്യൂസ്ഡ് ത്രൂ മൈക്രോ പ്രൊപ്പഗേഷൻ. യൂസ് ഓഫ് എപ്പിക്കൽ ഓർ ആക്സിലറി മെരിസ്റ്റം ആസ് ആൻ എക്സ്പ്ലാന്റ് ഇൻ ടിഷ്യൂ കൾച്ചർ ഈസ് കാൾഡ് മെരിസ്റ്റം കൾച്ചർ. Meristem of the plants are free from virus, so meristem culture help to produce virus-free plantlets. മൈക്രോ പ്രൊപ്പഗേഷനിലൂടെ ഉൽപ്പാദിപ്പിക്കുന്ന ജനിതക സാമ്യമുള്ള സസ്യങ്ങളെ സോമാക്ലോണുകൾ എന്ന് വിളിക്കുന്നു. സസ്യങ്ങളുടെ മെരിസ്റ്റം എക്സ്പ്ലാന്റായി ഉപയോഗിക്കുകയാണെങ്കിൽ അതിനെ മെരിസ്റ്റം കൾച്ചർ എന്നറിയപ്പെടുന്നു. സസ്യങ്ങളുടെ മെരിസ്റ്റം വൈറസ് വിമുക്തമാകയാൽ മെരിസ്റ്റം കൾച്ചറിലൂടെ ധാരാളം വൈറസ് രഹിത സസ്യങ്ങളെ ഉൽപ്പാദിപ്പിക്കുവാൻ കഴിയും. ഒരു ടിഷ്യൂ കൾച്ചർ ലാബുമായി ബന്ധപ്പെട്ട പ്രവർത്തനങ്ങളുടെ ലഘു വീഡിയോ കണ്ട് മനസ്സിലാക്കുക. Somatic hybrid. The hybrids produced as a result of the fusion of protoplast from two different varieties of plant is called somatic hybrid. Pomato is an example for somatic hybrid plant. Pomato is produced by the fusion of tomato and potato. Observe the figure and identify the features of pomato plant. The plant is not commercially cultivated. The process of production of somatic hybrid through tissue culture method is called somatic hybridization. രണ്ട് വ്യത്യസ്ത സസ്യകോശങ്ങളുടെ കോശദ്രവ്യം വേർതിരിച്ച് അവ തമ്മിൽ സംയോജിപ്പിച്ച് ഉൽപ്പാദിപ്പിക്കുന്ന സങ്കര സസ്യകോശങ്ങളെ സൊമാറ്റിക് ഹൈബ്രിഡ് എന്ന് വിളിക്കുന്നു. ഈ രീതിയിലൂടെ സങ്കരയിന സസ്യങ്ങളെ വികസിപ്പിച്ചെടുക്കുന്ന സാങ്കേതിക വിദ്യയെ സൊമാറ്റിക് ഹൈബ്രിഡൈസേഷൻ എന്ന് വിളിക്കുന്നു. ഉരുളക്കിഴങ്ങിൻ്റെയും തക്കാളിയുടെയും കോശദ്രവ്യം സംയോജിപ്പിച്ച് ഉൽപ്പാദിപ്പിച്ച പൊമാറ്റോ എന്ന സസ്യം ഇതിനുദാഹരണമാണ്. എന്നാൽ പൊമാറ്റോ അഭിലഷണീയ ഗുണങ്ങൾ ഇല്ലാത്തതിനാൽ വാണിജ്യാടിസ്ഥാനത്തിൽ കൃഷി ചെയ്യുന്നില്ല. Activities are related to the topic. First question, name the yellow mosaic virus resistant bindi variety. Second question, A part, list out any three objectives of biofortified crops. B part, name biofortified wheat variety with a high protein content. Third question, A part, list out the major steps involved in plant breeding.
B part, what do you mean by germplasm? Last question. A, write any 2 advantages of single cell protein. B part, list any 2 microorganisms used in SCP. Thank you for watching this video.